നമസ്കാരം. ഇസ്രായേലിന് നേരെ 4 വശത്തു നിന്നും പ്രത്യാക്രമണങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടികളും എന്നോണം വീണ്ടും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്ന ലെബനൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നുമല്ല ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറിച്ച് ഇപ്പോൾ ജോർദാൻ അതിർത്തിയിൽ വെച്ചാണ് ഈ ഒരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു യുദ്ധമുഖം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിനൊപ്പം തന്നെ പലയിടങ്ങളിൽ നിന്നും പുതിയ ആക്രമണങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരിടേണ്ടി വരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു തെളിവാണ് ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഞെട്ടിക്കുന്ന ആക്രമണം. അതും ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് തന്നെ ഒരൊറ്റ വ്യക്തിയാണ് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. ഇയാൾ അതിർത്തിയിൽ നിന്ന് ട്രക്ക് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഓടിച്ചു കയറ്റുകയും അതുപോലെ തന്നെ ആ ട്രക്കിൽ നിന്ന് ചാടിയിറങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ 3 സേനാ അംഗങ്ങളെ വെടിയുതിർത്ത് വധിക്കുകയായി. ഇയാളെ ഉടൻ തന്നെ ഇസ്രായേലിന്റെ സൈന്യം വെടിവെച്ച് കൊന്നെങ്കിലും എങ്ങനെയാണ് ഇയാൾ അവിടെ എത്തിയതെന്നും അല്ലെങ്കിൽ എന്താണ് ഇയാളുടെ ആ ഒരു മോട്ടീവ് ലക്ഷ്യം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ച് സേനാ വിഭാഗത്തെ സംബന്ധിച്ച് ഒരു വിവരവും അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ ജോർദാൻ എന്ന രാജ്യം ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതായത് ജോർദാൻ ഒരു അറബ് രാജ്യമാണെങ്കിൽ കൂടിയും ഇസ്രായേൽ ഹമാസ് യുദ്ധ വിഷയത്തിൽ അമേരിക്കയുമായിട്ട് സഖ്യം ചേർന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു ജോർദാൻ. അതുമാത്രമല്ല ഈ ജോർദാന്റെ സൈന്യം ഹൂതികളെ തുരത്താനുള്ള അമേരിക്കയുടെ US ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന സഖ്യസേനയിൽ ഉൾപ്പെടുകയും ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു രാജ്യം തന്നെയാണ്. മാത്രമല്ല നാറ്റോ സേനയിൽ ഉൾപ്പെടെ അംഗമാണ്. അങ്ങനെ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇതുവരെയായിട്ടും ഒരു വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ നിലപാടുകളോ ഇസ്രായേലിനെതിരെ പറയാതിരുന്ന ജോർദാൻ എന്ന രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് ഒരാൾ അതിവേഗത്തിൽ തന്നെ ഒരു ആക്രമണം നടത്തുക അല്ലെങ്കിൽ ട്രക്ക് ഓടിച്ചു വരികയും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് മേഖലയിൽ നിന്നിരുന്ന ഇസ്രായേൽ അതിർത്തി രക്ഷാ സേനാംഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവിടെ എന്താണ് സംഭവിച്ചത് എന്നതും അല്ലെങ്കിൽ എന്തായിരുന്നു അയാളുടെ മോട്ടീവ് എന്ന കാര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വിവരവും ആർക്ക് ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് നൽകുന്നത് വലിയൊരു ഭീഷണിയും അതോടൊപ്പം തന്നെ ഭീതിയും ആശങ്കയുമാണ്. കാരണം ഏതാണ്ട് 1 മാസം മുൻപാണ് ഇത്തരത്തിലൊരു ആക്രമണം, അതും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരം തലസ്ഥാന നഗരത്തിലുള്ള ടെൽ അവീവ് നഗരത്തിനുള്ളിലെ ഒരു ജൂതപ്പള്ളിക്ക് സമീപം ഒരു ചാവേർ പൊട്ടിത്തെറിച്ചത്. ഇസ്രായേലിൻ്റെ തന്നെ തലസ്ഥാന നഗരിക്കുള്ളിൽ നടന്ന ഈ ചാവേർ സ്ഫോടനത്തെക്കുറിച്ച് ആദ്യം ഒന്നും ഇസ്രായേലിന് ഒരു സൂചനയും ലഭ്യമായിരുന്നില്ല. എന്നാൽ പിന്നീടാകട്ടെ ഹമാസ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോഴാണ് അതൊരു ചാവേർ ആക്രമണമായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങൾ ഇനിയും ഇസ്രായേലിനുള്ളിലേക്ക് നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കിയത്. എന്നാൽ അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ജോർദാൻ അതിർത്തിയിൽ ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് തന്നെ. ഈ ഒരു ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ ഹമാസിൻ്റെ വക്താക്കളിൽ ഒരാളായിട്ടുള്ള സമി അബു സുഹാരി പറഞ്ഞത് ഇത് ഗാസയോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്രമണമാണെന്നാണ്. ഇത്തരം ആക്രമണങ്ങൾ ഇനിയും ഒരുപാട് ഇസ്രായേലിലേക്ക് ഉണ്ടാകുമെന്നാണ്. ഇവിടെ ഹമാസിനെ സംബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞ ആ കണക്കുകൾ പ്രകാരമാണെങ്കിൽ പോലും ഹമാസിൻ്റെ ഒരു വ്യക്തി പോലും ഇനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഈ യുദ്ധം തുടങ്ങുന്ന സമയം തന്നെ ഇസ്രായേൽ നടത്തിയ അവകാശവാദങ്ങൾ നീക്കങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിനെ ഇത്തരത്തിൽ ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ രാജ്യത്തിൻ്റെ 4 വശത്തു നിന്നും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ഉണ്ടായതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൊടുന്നനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിൽ തങ്ങളിപ്പോൾ ഒരു വലിയ അപകടത്തിൽ ചുറ്റിപ്പെട്ട് നിൽക്കുകയാണെന്നും ആ പതിയിരിക്കുന്ന അപകടത്തിൻ്റെ തീവ്രത അത് എത്രത്തോളം വലുതാണെന്നും വളരെ നടുക്കത്തോടു കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. ആ വാർത്താ സമ്മേളനത്തിലാകട്ടെ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാചകമെന്ന് പറയുന്നത് തന്നെ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ മാറ്റിയിരിക്കുകയാണ്. അതും ടൈംസ് ഓഫ് ഇസ്രായേൽ പോലും ഈ തലക്കെട്ടുകൾ നൽകിക്കൊണ്ട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: വി ആർ സറൗണ്ടഡ് ബൈ എ മർഡറസ് ഐഡിയോളജി ലെഡ് ബൈ ഇറാൻസ് ആക്സിസ് ഓഫ് ഈവിൽ, സെയ്സ് നെതന്യാഹു. ഇൻ റീസെന്റ് ഡേയ്സ് despicable terrorists have murdered 6 of our hostages in cold blood and 3 Israeli police officers. The murderers do not distinguish between us. They want to murder us all until the very last one, right and left, secular and religious, Jews and non-Jews. എന്നാണ് നെതന്യാഹു
മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞങ്ങളിപ്പോൾ ഇറാന്റെ കൊലപ്പെടുത്തണമെന്ന അവരുടെ ഉദ്ദേശത്തോടു കൂടിയുള്ള ആ ഒരു പ്രത്യേക ശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം ആളുകളാൽ വളയപ്പെട്ടിരിക്കുകയാണെന്നാണ്. അതായത് ഞങ്ങൾക്ക് മുന്നിൽ മരണമുണ്ട്, മരണമുനമ്പിലാണ് ഞങ്ങളെന്നും ഏത് നിമിഷവും കൊല്ലപ്പെടാനായിട്ട് അല്ലെങ്കിൽ അവർ കൊല്ലാൻ മടിയില്ലാത്ത ഇറാന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു തിന്മയുടെ ഗ്രൂപ്പിന് നടുവിലാണ് ഞങ്ങൾ, തിന്മയുടെ വാളുകൾക്ക് നടുവിലാണ് ഞങ്ങളെന്നും നെതന്യാഹു ലോകത്തോട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ജോർദാൻ അതിർത്തിയിൽ നിന്ന് ഈ വിധത്തിൽ ഒരു ആക്രമണം, അതും ഇസ്രായേലിനെ ചുറ്റും നിൽക്കുന്ന ഏത് മേഖലകളിൽ നിന്നായാൽ പോലും ഇത്തരത്തിലൊരു ആക്രമണം ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത് തന്നെ. അത് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാർത്താ സമ്മേളനത്തിൽ ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന രീതിയിൽ ഈ വിധം സംസാരിക്കുന്നത് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. കാരണം ഈ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം തുടങ്ങുന്നതിന് സമയത്ത് തന്നെ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യവും എത്രത്തോളം കോൺഫിഡൻസോടു കൂടി, അതായത് ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത് നമുക്കറിയാം. കാരണം നെതന്യാഹു എപ്പോഴും വാർത്താ സമ്മേളനം വിളിക്കുന്നു, എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ കയറി ആക്രമിക്കും, ഹമാസിൻ്റെ തലവന്മാരെ എല്ലാം ഞങ്ങൾ കൊയ്യും. യുദ്ധം തുടങ്ങുന്ന സമയത്ത് പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യവും എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഞങ്ങളിപ്പോൾ ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നു, ഞങ്ങൾ അവരുടെ തുരങ്കങ്ങളെല്ലാം തന്നെ തകർത്ത് അതിനുള്ളിലേക്ക് കടൽ വെള്ളം ഒഴുക്കുമെന്നും അതിനകത്തേക്ക് ഞങ്ങൾ യന്ത്രമനുഷ്യരെ അല്ലെങ്കിൽ റോബോട്ടുകളെയൊക്കെ വിടുമെന്നും ഡ്രോണുകൾ വെച്ചുകൊണ്ട് അവിടെ ആക്രമിക്കുമെന്നൊക്കെ തന്നെ പറയുമ്പോഴും അതോടൊപ്പം തന്നെ ബന്ദികളെ ഞങ്ങൾ ജീവനോടെ രാജ്യത്തെത്തിക്കുമെന്നും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നെതന്യാഹു ഇപ്പോൾ വല്ലാതെ ഭയക്കുകയാണ്. ഇറാന്റെ ഈ വിധത്തിലുള്ള ഒരു മരണമുനമ്പിന് നടുവിലാണ് തങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നത് എന്ന മട്ടിൽ സംസാരിക്കുകയാണ്. ഈ ഒരു പ്രതികരണം അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായി തന്നെ മാറിയിട്ടുണ്ട്. കാരണം ഓരോരോ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ് ഇസ്രായേലിന് മുന്നിലായിട്ട്. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഒരു വശത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൂതികൾ അവർ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇനി അതോടൊപ്പം തന്നെ ആക്രമണങ്ങൾ നടത്തി സൂയിസ് കനാൽ പോലും സ്തംഭിപ്പിക്കുമെന്ന രീതിയിലേക്ക് പോലും അവർ വെല്ലുവിളികൾ ഉയർത്തുന്നു, പ്രസ്താവനകൾ ഇറക്കുന്നു. ഞങ്ങൾ മുന്നിലുണ്ട്, ഇപ്പോൾ എല്ലാം മലമറിക്കുമെന്നൊക്കെ പറഞ്ഞ അമേരിക്കയാകട്ടെ ഇപ്പോൾ ഇസ്രായേലിന് കൊടുത്ത ആ ഒരു പിന്തുണ അതിൽ നിന്ന് ഇപ്പോൾ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അമേരിക്കയാകട്ടെ ഇപ്പോൾ സമാധാന ചർച്ചകളിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഹമാസിനെ സംബന്ധിച്ച് അവർ ചാവേർ ആക്രമണം അഴിച്ചുവിടുന്നു. അത് മാത്രമല്ല, ഗാസയിൽ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ സൈനിക വാഹനങ്ങൾക്ക് നേരെയും ഒക്കെ തന്നെ നിരന്തരമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ യഹിയ സിൻവാർ തലവനായതിനു ശേഷം ഹമാസ് വലിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ തന്നെ മുൻ സൈനിക ജനറൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവന വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഹമാസിലേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർക്ക് ഒരേ സമയം ഈസ്റ്റിലും അതോടൊപ്പം തന്നെ വെസ്റ്റിലും ഒക്കെ തന്നെ നിരവധി ആക്രമണങ്ങൾ നടത്താനുള്ള സാഹചര്യമുണ്ട്, സാധ്യതകളുണ്ട്. മാത്രമല്ല, ഹമാസ് ഇപ്പോൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ മുൻ സൈനിക ജനറൽ തന്നെ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ വിധത്തിലാണ് ഇങ്ങനെ കാര്യങ്ങളുടെ പോക്കെങ്കിൽ തീർച്ചയായിട്ടും ഗാസ പിടിച്ചെടുക്കാൻ ഹമാസിന് അധികം സമയം വേണ്ട എന്ന് തന്നെയാണ്. അങ്ങനെ വന്നാൽ ഇസ്രായേൽ തോറ്റുപോകുമെന്നാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാന്റെ ശക്തികളാൽ തന്നെ ഞങ്ങളെല്ലാം തന്നെ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്നാണ്. അത് വലിയൊരു പ്രശ്നമാണ് എന്ന നിലയിൽ തന്നെയാണ് പറയുന്നത് തന്നെ. അതായത് ഇപ്പോൾ ജോർദാനിലും ഇറാന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടെന്നും അവർ ഇസ്രായേൽ അതിർത്തിയിലേക്ക് കടന്നു കയറി ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും ഇത്തരത്തിൽ പറയുന്നത് തന്നെ ഇസ്രായേലിന്റെ സുരക്ഷ എത്രത്തോളം ഇപ്പോൾ ദയനീയമായിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. ഇത് ഇസ്രായേലിന് മേൽ ഒരു സുരക്ഷാ ഭീഷണി വീഴ്ത്തുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ, ഇസ്രായേലിൻ്റെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതും ഇസ്രായേലിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള അവരുടെ കൊമേഴ്സ്യൽ കാർഗോ ഏരിയയിൽ, അതും ഇസ്രായേൽ തന്നെ പിടിച്ചെടുത്ത മേഖലയാണെന്ന് ഓർക്കണം. ആ മേഖലയിലാണ് ഈ ഒരു ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇസ്രായേലിന് തന്നെ അതീവ സുരക്ഷയുള്ള ആ ഒരു മേഖലയിൽ, അതും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രക്ക് ഇടിച്ചു കയറ്റി ഇത്തരത്തിലൊരു ആക്രമണം ഒരാൾ ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ അതിനെ ഹമാസ് പിന്തുണയ്ക്കുകയും ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുമെന്ന് അവർ പറയുകയും ചെയ്യുമ്പോൾ അത് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു നീക്കമാണോ എന്ന സംശയവും ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് 12ഓളം വരുന്ന ട്രക്ക് ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്തത്. ഇസ്രായേൽ സൈന്യവും അതോടൊപ്പം തന്നെ പോലീസും ഇപ്പോൾ അവരെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്ന് മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നാലെ ജോർദാനുമായിട്ടുള്ള അതിർത്തികൾ ഇസ്രായേൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അതിർത്തികളൊക്കെ തന്നെ അടച്ചു പൂട്ടി ഒരു വലിയ സുരക്ഷാ വലയത്തിന് നടുവിലാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
12ഓളം ജോർദാനിയൻ ട്രക്ക് ഡ്രൈവർമാരാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിൽ അവരുടെ കൈവശമുള്ളത്. അവരെല്ലാം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ ഭരണകൂടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കുരുക്ക്, അത് അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒരു വലിയ ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനി ഏത് ഭാഗത്തു നിന്നുണ്ടാകാം, അല്ലെങ്കിൽ എവിടെ നിന്നും ഉണ്ടാകാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം, ഏത് വിധത്തിലാണ് ഉണ്ടാവുക എന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് പ്രവചിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം എന്ന വിധത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ഗാസയിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ലെബനനിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോഴും ഈ പറയുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ആക്രമണങ്ങൾ നടത്തുന്ന ചെറു ഗ്രൂപ്പുകളും ഒന്നും തന്നെ ഒരു വിധത്തിലും അവർ പിന്മാറുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. അവർ ആക്രമണങ്ങൾ ഇങ്ങനെ കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ഒരു കുരുക്കായി തന്നെ മാറിയിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. അഭയാർത്ഥികളൊക്കെ തന്നെ കഴിയുന്ന ഇടങ്ങളിലേക്കൊക്കെ തന്നെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ കരുതുന്നത് എന്തെന്ന് വെച്ചാൽ ഹമാസും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ ആയിട്ടുള്ള ഇറാൻ്റെ ഈ പ്രോക്സി ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നുള്ള ഇറാൻ അനുകൂല ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അത് നിർത്തണമെന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുന്നു എന്നതായിരിക്കണം. ഇതായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേർവിപരീതമാണ്. അതായത് ഇസ്രായേലിനെ കൊണ്ട് ആയുധം എങ്ങനെയും താഴെ വെപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേലിനെ മാരകമായിട്ട് മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നെതന്യാഹുവിന് വലിയ സമ്മർദ്ദം നൽകുന്ന വിധത്തിലൊക്കെ ഇവരുടെ ആക്രമണ രീതികളും ആക്രമണ ശൈലികളും ഒക്കെ തന്നെ ഇപ്പോൾ കടുത്തിരിക്കുകയാണ്. കാരണം അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പോലും വളരെയധികം ശക്തമായി കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല ഇസ്രായേലിനുള്ളിലും ഇപ്പോൾ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് തെരുവിലിറങ്ങി പ്രധാനമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ ഭരണകൂടത്തിനെതിരെയും ഒക്കെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത്തരത്തിൽ പ്രതിഷേധിച്ച ആ പൗരന്മാരെ തല്ലി ഒതുക്കുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും നടപടികൾ വലിയ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. 3ഓളം ഇസ്രായേലി സേനാംഗങ്ങളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ആക്രമണം ഉണ്ടായത് അത് തുടരുമെന്ന് ഹമാസ് വീണ്ടും പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു അപായ സൂചനയാണ്, അല്ലെങ്കിൽ അപായ മണി തന്നെയാണ് ഇപ്പോൾ മുഴങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.